ജീവിതത്തിൽ നമ്മളെടുക്കുന്ന ഓരോ തീരുമാനത്തിൻ്റെയും പിന്നിൽ ഒരു പ്രതീക്ഷയുണ്ടാകും. എല്ലാം നാളെ ശരിയാകും എന്നൊരു പ്രതീക്ഷ. പക്ഷെ ചിലപ്പോഴൊക്കെ ആ പ്രതീക്ഷകൾ തന്നെയാണ് നമ്മളെ വലിയൊരു പരീക്ഷണങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അത്തരം ഒരു ഘട്ടത്തിലൂടെയാണ് ഞാനും ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതുപോലെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല. ജീവിതത്തിൽ ഇതുവരെ ₹1 പോലും കടമില്ലാത്ത ആളായിരുന്നു ഞാൻ. സാധ്യമായതിൽ കഴിയുന്നത്ര കടം ഒഴിവാക്കി ജീവിക്കണം എന്ന വിശ്വാസമായിരുന്നു ഞാൻ ഫോളോ ചെയ്തത്. പക്ഷേ എൻ്റെ വീട് പണി തുടങ്ങുമ്പോഴും അതുപോലെ തന്നെ അത് പൂർത്തിയാക്കാനുള്ള വഴികളും ക്യാഷും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്താണ് ഞാൻ അതിലേക്ക് കടന്നത്. എൻ്റെ വീട് പണി തുടങ്ങിയതിന് ശേഷമാണ് ഞാനൊരു ബിസിനസ്സിൽ കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്തത്. ആ ബിസിനസ് തുടങ്ങിയതിൽ പിന്നെ 3 മാസം പോലും തികയുന്നതിന് മുമ്പ് അത് തകരുകയാണ് ഉണ്ടായത്. എല്ലാം ശരിയാകും എന്നുള്ള പ്രതീക്ഷയിൽ ആ ബിസിനസ്സിനെ നിലനിർത്താൻ വേണ്ടി വീണ്ടും ഞാൻ ലോൺ എടുത്തു. വീണ്ടും പരിശ്രമിച്ചു. പക്ഷേ എൻ്റെ ശ്രമങ്ങളെല്ലാം അവസാനം വിഫലമാവുകയാണ് ചെയ്തത്. അങ്ങനെ ആ ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുകയും പക്ഷേ ലോണുകളുടെ എണ്ണം കൂടുകയുമാണ് ചെയ്തത്. ഇതെല്ലാം എൻ്റെ പേരിൽ തന്നെയാണുള്ളത്. ഇതിനിടയിൽ സർവൈവലിൻ്റെ ഭാഗമായിട്ട് സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും കുറച്ച് പണം കടം വാങ്ങേണ്ടി വന്നു. ഇതിലും ഭേദം കഴുത്തറപ്പൻ പലിശക്കാരുടെ കയ്യിൽ നിന്ന് കടം മേടിക്കാം എന്ന് തോന്നിയിരുന്ന ദിവസങ്ങളായിരുന്നു. കാരണം നമ്മളോടടുത്ത് നിൽക്കുന്ന, നമ്മളെക്കുറിച്ച് അറിയാവുന്ന, നമ്മളുടെ സിറ്റുവേഷൻ അറിയാവുന്ന ആളുകൾ പോലും ക്യാഷ് ചോദിക്കാം, ഒരു ഡേറ്റ് പറയാം, അതിനപ്പുറത്തേക്ക് അവരുടെ ക്രൂവലായിട്ടുള്ള ചില വേർഡ്സുകൾ, ഇത്രയും നാളും നമ്മൾ അവരുടെ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞ് നടന്നത് പോലും എന്തിനായിരുന്നു എന്ന് ചോദിച്ചു പോവുകയാണ് ഞാൻ എന്നോട് തന്നെ. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടിട്ടാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൂടെ വർക്ക് ചെയ്തത്, കൂടെ പഠിച്ചതും എല്ലാം മറന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ലിറ്ററലി മാനസികമായി തളർത്തി കളയുകയാണ്. മനസ്സിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ശരീരത്തെയും ബാധിക്കുന്ന ദിവസങ്ങളായിട്ടാണ് കടന്നു പോകുന്നത്. ശരിയായി ഉറങ്ങാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. സത്യത്തിൽ എനിക്കിപ്പോൾ എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയാണ്. എങ്ങനെ സർവൈവ് ചെയ്യണം എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ്. ഇപ്പോൾ തോന്നുന്നുണ്ട് ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന്. പക്ഷേ ജീവിതം ഇവിടെ നിർത്താൻ